നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച നെടുമ്പാശ്ശേരി വട്ടപ്പറമ്പ് മള്ളുശ്ശേരി പാലമറ്റം വീട്ടിൽ ബിൽജിത്ത് ബിജുവിന്റെ ഹൃദയം അഞ്ചൽ കരകോണം സ്വദേശിയായ 13-കാരിയിൽ തുടിക്കും. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് അവയവദാനത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുൻപും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ച യുവാവിന്റെ ഹൃദയവും മറ്റുള്ള പല ജീവനുകൾക്ക് ഒരു പുതുജീവൻ നൽകിയിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത്. എറണാകുളം ലിസി ആശുപത്രിയിൽ നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇന്ന് വെളുപ്പിന് 6:30 പൂർത്തിയായി. പുലർച്ചെ 1 മണിയോടെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്ന് ഹൃദയവുമായി തിരിച്ച ആംബുലൻസ് പോലീസിന്റെ സഹായത്തോടെ 20 മിനിറ്റ് കൊണ്ട് ലിസി ആശുപത്രിയിലെത്തി. 1:25 ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ആരംഭിച്ചു. 3:30 ഹൃദയം കുട്ടിയിൽ സ്പന്ദിച്ചു തുടങ്ങി. അടുത്ത 48 മണിക്കൂർ നിർണായകമെന്ന് ലിസി ആശുപത്രിയിലെ ഡോക്ടർമാർ അറിയിച്ചു. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ അച്ഛനും അമ്മയ്ക്കൊപ്പം 13-കാരി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പിന്നാലെ പോലീസ് അകമ്പടിയോടെ 4 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലേക്ക്. തുടർന്ന് പരിശോധനകൾ ആരംഭിച്ചു. റോഡപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി മള്ളുശ്ശേരി പാലമറ്റത്ത് ബിജുവിന്റെയും ലിൻഡയുടെയും മകൻ ബിൽജിത്തിന്റെ ഹൃദയമാണ് 13-കാരിക്ക് വേണ്ടി കണ്ടെത്തിയത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനകൾക്കൊടുവിൽ ഹൃദയം ഏറ്റുവാക്കാൻ പെൺകുട്ടിയുടെ ശരീരം സജ്ജമാണെന്ന് ഉറപ്പാക്കിയതോടെ ഡോക്ടർമാരുടെ സംഘം അങ്കമാലിയിലേക്ക് എത്തി. അവിടെ എത്തി ബിൽജിത്തിന്റെ ശരീരത്തിൽ അവസാനവട്ട പരിശോധനകൾ. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെ ഹൃദയമാണ് 13-കാരിയായ പെൺകുട്ടിക്ക് നൽകിയത്. കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ബിൽജിത്തിന്റെ വൃക്കകൾ, കണ്ണ്, ചെറുകുടൽ, കരൾ എന്നിവയും ദാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് ശസ്ത്രക്രിയയ്ക്കായി ലിസി ആശുപത്രിയിൽ എത്താനുള്ള സന്ദേശം പെൺകുട്ടിയുടെ കുടുംബത്തിന് ലഭിക്കുന്നത്. തുടർന്ന് 7 മണിയോടെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷമായി ഹൃദയം സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലായിരുന്നു പെൺകുട്ടി. സർക്കാർ സംവിധാനങ്ങളും ജനവും ഒന്നിച്ച് തിരുവനന്തപുരത്ത് നിന്നും മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക് ജോർജിന്റെ ഹൃദയം കൊച്ചിയിലെത്തിച്ച് ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് വീണ്ടും മാതൃകയായി അവയവദാനം. വെള്ളിയാഴ്ചയാണ് ബിൽജിത്തിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ചത്. പിന്നീട് അവിടെ നിന്ന് ഹൃദയവുമായി കൊച്ചിയിലേക്ക് എത്തി. തുടർന്ന് ആരംഭിച്ച ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വെളുപ്പിന് 6:30 അവസാനിച്ചത്. ഒരു രാത്രി മുഴുവൻ കണ്ണിമ ചുമ്മാതെ വിവിധ ആശുപത്രികളിലെ വിദഗ്ധ മെഡിക്കൽ സംഘങ്ങൾ നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് ശസ്ത്രക്രിയയ്ക്ക് വഴി തുറന്നത്. അടുത്ത 48 മണിക്കൂർ ശസ്ത്രക്രിയ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പറഞ്ഞു. ഹൃദയം ചുരുങ്ങുന്ന കാർഡിയക് മയോപ്പതി എന്ന അസുഖം 13-കാരിക്ക് സ്ഥിരീകരിക്കുന്നത് 10ാം വയസ്സിലാണ്. ഹൃദയത്തിന്റെ വാൽവിൽ സുഷിരമുള്ളതായും കണ്ടെത്തി. മത്സ്യവ്യാപാരിയായ പിതാവിന് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ കഴിയാതായതോടെ നാട്ടുകാർ പണസമാഹരണം നടത്തി. കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ബിൽജിത്ത്. ഈ മാസം 2-ന് രാത്രി അത്താണി കരിയാട് വെച്ച് ബൈക്കിൽ ലോറി ഇടിച്ച് ബിൽജിത്തിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബിൽജിത്തിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയെങ്കിലും വെള്ളിയാഴ്ചയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തുടർന്നാണ് മകന്റെ ശരീരഭാഗങ്ങൾ ആവശ്യക്കാർക്ക് ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതിക്കുന്നത്. 13-കാരിയെ മാത്രമല്ല മറ്റ് 5 പേരെ കൂടി തിരിച്ചു കൊണ്ടുവന്നതാണ് ബിൽജിത്ത് കടന്നുപോയത്. ബിൽജിത്തിന്റെ ഹൃദയം 13-കാരിയുടെ ശരീരത്തിൽ സ്പന്ദിച്ചു തുടങ്ങിയപ്പോൾ ഒരു വൃക്ക കോഴിക്കോട് മെഡിക്കൽ കോളേജും, രണ്ടാമത്തേത് എറണാകുളം രാജഗിരി ആശുപത്രിയും, കരളും ചെറുകുടലും അമൃത ആശുപത്രിയും, കണ്ണുകൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയും ഏറ്റെടുത്തു. കൊല്ലത്ത് വാഹനാപകടത്തിൽ മരിച്ച ഐസക് ജോർജിന്റെ ഹൃദയം അങ്കമാലി സ്വദേശിനിയിൽ സുന്നിപ്പിടിപ്പിച്ചതിന്റെ പിറ്റേന്നാണ് ഈ ശസ്ത്രക്രിയ നടന്നത്. സുഖം പ്രാപിച്ചു വരുന്ന അങ്കമാലി സ്വദേശി ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. കിംസ് ആശുപത്രിയിൽ നിന്നും എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തുന്ന ഐസക്കിന്റെ ഹൃദയം ഇനി മുതൽ ലിസി ആശുപത്രിയിൽ കഴിയുന്ന അജിൻ എന്ന യുവാവിന്റെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പ് നിലനിർത്തും. കരൾ, വൃക്കകൾ, കണ്ണിന്റെ കോർണിയ അടക്കം ഐസക്കിന്റെ 6 അവയവങ്ങളാണ് 6 പേർക്ക് പുതുജീവൻ നൽകുക. കൊട്ടാരക്കര സ്വദേശിയും ഹോട്ടലുടമയുമായ ഐസക്ക് ജോലി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് എതിരെ വന്ന വാഹനമിടിച്ച് പരിക്കേൽക്കുന്നത്. അപ്പോൾ തന്നെ തിരുവനന്തപുരം ആശുപത്രിയിലേക്ക് എത്തിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഐസക്കിന് ഇന്നലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തുടർന്ന് ബന്ധുക്കൾ അവയവദാനത്തിനുള്ള സന്നദ്ധത അറിയിക്കുകയായിരുന്നു. യുവ വ്യവസായി ഐസക് ജോർജിന്റെ ആകസ്മിക മരണം നാടിനെ സങ്കടപ്പെടുത്തുമ്പോഴും 6 പേർക്ക് പുതുജീവിതമേകിയാണ് ആ യുവാവ് യാത്രയാകുന്നത്. തലവൂർ വടക്കോട് ചരിവിള ബദേൽ വീട്ടിൽ പരേതനായ സിവൈ ജോർജ് ശാന്തമ്മ ദമ്പതിമാരുടെ മകനെ അവിട്ടം നാളിലാണ് ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേൽക്കുന്നത്.
കൊട്ടാരക്കര കിഴക്കേ തെരുവ് ബ്ലൂം റെസ്റ്റോറന്റ് ഉടമയായ ഐസക് റെസ്റ്റോറന്റിന് മുന്നിൽ നിന്ന് റോഡ് കുറുകെ കടക്കവെയാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ചയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലെത്തിയ ഐസക്കിന്റെ ഹൃദയം ഇനി മുതൽ ലിസി ആശുപത്രിയിൽ കഴിയുന്ന അജിൻ എന്ന യുവാവിന്റെ ശരീരത്തിൽ തുടിക്കും. മറ്റ് അവയവങ്ങളും മാറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ എന്നിവരും കുടുംബത്തിന്റെ ജീവകാരുണ്യ മനസ്സിനെ അഭിനന്ദിച്ചു. ഐസക്കിന്റെ ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെയും നേത്രപടലങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെയും മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെയും രോഗികൾക്ക് നൽകി. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു അവയവ കൈമാറ്റ നടപടി. കൊച്ചിയിലെ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപ്പാഡിൽ വ്യാഴാഴ്ച 1:28 എയർ ആംബുലൻസ് എത്തിയത്. 1:33 ഹൃദയം എറണാകുളം ലിസി ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെ 29ാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണിത്. ആംബുലൻസ് ഡ്രൈവർ റോബിൻ 4 മിനിറ്റ് കൊണ്ടാണ് ഹൃദയം ഹയാത്തിൽ നിന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ. ഹൃദയം സ്വീകരിക്കുന്ന അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസ് 5 വർഷമായി ചികിത്സ തേടുന്നുണ്ട്. ഏതായാലും ഈ ഒരു സമയത്ത് മസ്തിഷ്ക മരണം സംഭവിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് അത് വളരെ വേദനയേറിയ ഒരു നിമിഷം കൂടിയായിരിക്കാം. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത്, അതായത് തങ്ങളുടെ പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ വിട്ടുപോകുന്ന നിമിഷത്തിലും മറ്റൊരു കുറച്ച് ആളുകൾക്ക് അതിലൂടെ പുതുജീവൻ നൽകാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത്തരത്തിൽ തീരുമാനം എടുക്കുന്ന ആ മാതാപിതാക്കളോ അവർക്ക് അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാനസിക നിലയൊക്കെ തന്നെ എല്ലാവരും ഏറെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എപ്പോഴും വേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ 2 കുടുംബാംഗങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്.